ഇതാണ് നമ്മളെ പൊന്നാങ്കണ്ണി ചീര. ഈ ചീര കണ്ണിനും മുടിക്കും ഒക്കെ നല്ലതാണ്. വളരെ ഔഷധ ഗുണമുള്ള നല്ലൊരു ടൈപ്പ് ചീരയാണ്. ഇതുകൊണ്ട് നമുക്കൊന്ന് ഉപ്പേരി വെക്കാം. പറിച്ചെടുത്തിട്ട് തണ്ടോട് കൂടിയിട്ട് ഇതുപോലെ പറിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ചീര പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. ഇത്രയുണ്ട് ചീര. കഴുകി വൃത്തിയാക്കി അരിയട്ടെ. ചീര കഴുകി കഴിഞ്ഞ് അതിന് ഇത് വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചീര ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ചെറുതാക്കി കുറച്ചും കൂടെ നൈസാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ അരിയാം. പക്ഷെ നമുക്ക് ഈ ഒരു അരിയലാണ് താല്പര്യം. കുറച്ചും കൂടെ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ ഉള്ളി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി. നമുക്കിവിടെ കാന്താരി പുറത്തുനിന്ന് കിട്ടും. അതെടുത്തിട്ട് വരാം. ഇന്നത്തെ കാന്താരി കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് പച്ചമുളക്, കാന്താരി, പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ചെറിയ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതുക്കി എടുത്താൽ മതിയാവും. വെളുത്തുള്ളി വേണമെങ്കിലാണ്, ഓപ്ഷനാണ്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. അതേപോലെ പെരുംജീരകവും ചെറിയ ജീരകവും ഓപ്ഷനിലാണ്. ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ചിലവർക്കത് ഇഷ്ടമാവണമെന്നില്ല. എൻ്റെ ഉമ്മമ്മയൊക്കെ ആകുമ്പോൾ ചെറിയ ജീരകം ഇട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കറണ്ട് നോക്കുമ്പോൾ മിക്സിയിലിട്ട് ചതുക്കാൻ നോക്കുമ്പോൾ കറണ്ട് പോയി. അതുകൊണ്ട് തന്നെ നമ്മളത് ചെറിയ ഉരലിലിട്ടിട്ട്, കുഞ്ഞുരലുണ്ട്, അതിലിട്ടിട്ടൊന്ന് ചതുക്കി എടുക്കാൻ പോകുന്നു. ഇപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചതുക്കി വെച്ചിട്ടുള്ള മസാല, തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചൂടായി വരുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ചതക്കിയ മിക്സ് നമുക്ക് ജസ്റ്റ് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ അരപ്പ് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിലുള്ള ഉപ്പ് കൊടുത്ത് നല്ല തിളച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീരേൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇളക്കിയിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് വേവും. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ചുവപ്പ് ചീര കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല റെഡ് കളർ ഉണ്ടാവുമായിരുന്നു. കുറച്ച് ചീരയ്ക്ക് ആ ചുവപ്പിൻ്റെ കളർ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത് നമ്മളെ ചീര